ഈ PC ജോർജ് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കേരളം മതഭീകരവാദികളുടെയും ലവ് ജിഹാദിൻ്റെയും നാടായി മാറുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിച്ചത്. ഇത് ഒരിക്കലും നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ലവ് എന്നുള്ളൊരു പദത്തിനെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. ഒരിക്കലും ലവ് എന്ന് പറയുന്നത് പരിശുദ്ധവും ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന്റെ പേരിലും ഉണ്ടാകുന്നതല്ല. പറഞ്ഞ പോലെ സ്നേഹമാണ് അകലസാരമൊഴിയിൽ. ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ലവ് എന്ന് പറയുന്നത് അതിന് കാമം എന്നാണ് പറയുന്നത്, ലവ് എന്നല്ല പറയുന്നത്, പ്രേമം എന്നല്ല പറയുന്നത്. പ്രേമം പരിശുദ്ധമായിട്ടുള്ള വാക്കാണ്. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നിടത്ത് ലവ്, അല്ലെങ്കിൽ പ്ലേറ്റോണിക് ലവിൻ്റെ ലവ്. നമ്മൾ മാംസ നിബദ്ധമല്ലാത്ത ഒരു രാഗത്തിനെയാണ് നമ്മൾ ലവ് എന്ന് വിളിക്കാൻ. അതിന് മാത്രമേ അർഹതയുള്ളൂ. മറ്റെന്തെങ്കിലും കാക്ഷിച്ചുള്ളത് കാമം, പച്ചക്കാമം എന്നല്ലാതെ എന്താ പറയേണ്ടത്? ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജനത തിരിച്ചറിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിന് ലവ് ജിഹാദ് എന്ന് പറയാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? കൺവേർഷൻ. 100% ഇറ്റ് വാസ് എ മിഷൻ ഫോർ കൺവേർഷൻ. മതപരിവർത്തനം എന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവുമായി പോയൊരു പരിപാടിയാണ്. റമീസ് എന്ന് പറയുന്ന ആള്, ഈ പെൺകുട്ടിയുടെ പേര് സോന എന്ന് പറയുന്ന, സ്വർണം എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർണമാണ് ആ പെൺകുട്ടി. നമ്മളിതിൻ്റെ കഥ നോക്കുമ്പോൾ ഈ പെൺകുട്ടി വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. നമ്മൾ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത് നല്ലതല്ലെങ്കിൽ പോലും ഈ റമീസ് എന്ന് പറയുന്ന, നമ്മളീ പറയുന്ന ഒരു പെറുക്കിച്ചെറുക്കൻ്റെ ലുക്ക് മാത്രമുള്ള പയ്യനെ കയറി അങ്ങ് പ്രേമിച്ചു. ശരി, പ്രേമത്തിന് കണ്ണുകളില്ലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവൻ എന്തു ചെയ്തു എന്നറിയാമോ? തിരിച്ചു പ്രേമിച്ചിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയും ഇവിടെ വിലപ്പെട്ട എല്ലാം അവൻ സ്വന്തമാക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി നോക്കണം, അവളുടെ സ്വർണ്ണ ഇതൊക്കെ ചെയ്തിട്ടും ആ ലവിനൊരു കുറവും ഉണ്ടായില്ല. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ കുറേ കാര്യങ്ങൾ ചെയ്തു. സോനയല്ലാത്ത ചില വ്യക്തികളുമായിട്ട് അവരെ പീഡിപ്പിച്ചു, ബന്ധത്തിലേർപ്പെട്ടു. അതിന് വ്യഭിചാരം എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും ലവ് പോലും അനുവദിക്കാത്ത ഒരു സമൂഹമാണ് ഇസ്ലാമിക മതം എന്ന് പറയുന്നത്. അവിടെ അവൻ ഇവരുമായിട്ടുള്ള ബന്ധത്തിന് അപ്പുറമുള്ള ബന്ധങ്ങളിലേക്ക് പോയി പീഡിപ്പിച്ചു. അതുകൂടാതെ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം, അതുപോലെ തന്നെ അനാശാസ്യമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പിടിക്കപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു കെടാവിളക്ക് പോലെ, മൺകുടത്തിലെ കെടാവിളക്ക് പോലെ അവശേഷിച്ചു. സ്ത്രീകളുടെ ശുദ്ധി അതാണ്. ആ പ്രേമം മറ്റൊരാളാലും അപഹരിക്കപ്പെടാതെ, ഒന്ന് കണ്ടു കഴിയുമ്പോൾ മാറാതെ അചഞ്ചലമായിട്ട് തുടർന്നു. നമ്മൾ പറയാറുണ്ട്, ഷേക്സ്പിയർ പോലും പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്കുശമില്ലാത്ത ചാബല്യമേ പാരിൽ അങ്കനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ, ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമൺ എന്നാണ് ഷേക്സ്പിയർ അത് പറഞ്ഞത്. ഇതേ അർത്ഥം തന്നെ. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കനെ എന്ന് വിളിക്കുന്നു നിന്നെ. ഇവിടെ യാതൊരു വിധമായിട്ടുള്ള ചാഞ്ചല്യവും കാട്ടാതെ ഞാൻ സ്നേഹിച്ചത് വരെയാണ്, ഇവൻ ചെയ്ത പ്രവർത്തികളെയല്ലെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇവൻ്റെ സ്വത്വത്തെയാണ്, ശുദ്ധമായ സ്വത്വത്തെയാണ്. നമ്മളിത് റൊമാൻറ്റിക്കായിട്ട് അങ്ങ് അധികം പറയേണ്ട കാര്യമില്ല. റിയലിസ്റ്റിക് ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കല്യാണത്തിന് അവൾ സമ്മതിച്ചു. സാധാരണ ഒരു സീതയെപ്പോലുള്ള ഒരു പാതിവൃത്യമുള്ള ചാരിത്രമുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമേ അത് കഴിയൂ. അങ്ങനെയുള്ള ഇതേ സമയം രാവണനേക്കാളിലും ദുഷ്ടമായിട്ടുള്ളൊരു സ്വഭാവമാണ് ചെകുത്താനെ പോലെയുള്ള റമീസിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്നിട്ടും അവൾ മാറിയില്ല. വീട്ടുകാരെല്ലാം എതിർത്തു. വീട്ടുകാരൊരുമാതിരി ഭേദപ്പെട്ടവരൊക്കെയാണ്. അവർ ധന്യമല്ല. കോതമംഗലം എന്ന് പറയുന്ന ക്രിസ്ത്യൻ പ്രാബല്യമുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള പെൺകുട്ടിയാണ്. പള്ളികളുമൊക്കെ ധാരാളമായിട്ടുള്ള അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ജീവിക്കുന്ന ആളെ റമീസിനെ പ്രേമിച്ച്, എന്നിട്ട് ഇവൻ പറ്റിച്ചുകൊണ്ടുപോയി. ഇവൾ പറഞ്ഞു, ഞാൻ മതം മാറുകയില്ല, ഞാൻ മതത്തിനെയല്ല പ്രേമിക്കുന്നത്, നിന്റെ മതത്തിനെയല്ല, നിന്നെയാണ് ഞാൻ, അതിനെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. റമീസിന്റെ വീട്ടുകാരും പിന്തുണയുണ്ടായിരുന്നു. പിന്തുണയോട് കൂടിയാണ്. അപ്പം റമീസിന്റെ അല്ല, ഈ വീട്ടുകാരും അപ്പോൾ ഇവൾക്ക് ഈ കട്ട പ്രേമമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരൊന്നും എതിർക്കാൻ പോയില്ല. ആരെങ്കിലും കല്യാണം കഴിക്കും. ഇവിടെ തിരുവനന്തപുരത്തുകൊണ്ട് ഇങ്ങനെ പല വിവാഹങ്ങളും. അവർ എൻ്റെ മരുമകനൊരു മുസ്ലിമാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന പലരെ എനിക്കറിയാം. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ലാത്തതായിരിക്കും, കുഴപ്പമില്ലാതെ വരട്ടെ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്?
ഇവളെ വിളിച്ചുകൊണ്ട് പോയി, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുപോയി ബലമായിട്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചു. അതോടുകൂടി ഓപ്പറേഷൻ അങ്ങ് ആരംഭിച്ചു. ഇവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ എന്തായിരുന്നു അത്? ഇവൻ്റെ വീട്ടുകാർ ഇവിടെ നിന്നുകൊണ്ട് മതം മാറിക്കണം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് മതം മാറ്റലായിരുന്നു എന്ന് വ്യക്തമായി. ഞാനിപ്പോഴും ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുകയില്ല, കൺവേർഷൻ ജിഹാദ്. ആ കൺവേർഷൻ ജിഹാദാണ് നമ്മളവിടെ കണ്ടത്. നിർബന്ധിത മതപരിവർത്തനം. ആ കുട്ടിയുടെ തന്നോട് ഇത്രയൊക്കെ വഞ്ചന ചെയ്തിട്ടും വളരെയധികം ശക്തമായ കാരണങ്ങൾ ബോധ്യമായിട്ടും മാറാതെ അവനെ പിന്തുടർന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും അതിന് കഴിയില്ല. ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പോലും അത് കഴിയുന്നവരില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഈ പെൺകുട്ടി, പ്രായോഗിക ബുദ്ധികളാണ് ക്രിസ്ത്യാനികൾ പൊതുവെ. അപ്പോൾ ആ പ്രായോഗികതയെല്ലാം വിട്ടുകൊണ്ട് പരിശുദ്ധമായ പ്രേമത്തിൻ്റെ തിളങ്ങുന്ന ഉദാഹരണമായിട്ട് റോമിയോ ആൻഡ് ജൂലിയയിലെ ജൂലിയെ പോലെ അവൾ പെരുമാറി. അങ്ങനെ അനാർക്കലിയെ പോലെ അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പെരുമാറി ഈ പെൺകുട്ടി, ക്രിസ്തീയ പെൺകുട്ടി. വീട്ടുകാരെല്ലാം കൂടി, വീട്ടുകാരുടെ സമ്മർദ്ദം, സ്വന്തം വീട്ടുകാരുടെ അല്ല, റമീസിൻ്റെ വീട്ടുകാരുടെ, സ്വന്തം വീട്ടുകാർ അപ്പോഴും ഇതുമായിട്ട് എഗ്രി ചെയ്യുക, അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ഇവളുടെ കൂട്ടുകാരോട് തന്നെ പറഞ്ഞു, എനിക്ക് വലിയ കൊടിയ പീഡനമാണ് വരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അവളെ കൊന്നതായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, ആത്മഹത്യ ആയിരിക്കത്തില്ല. അവൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടിയല്ല നീ കൂട്ടുകാരി തന്നെ പറയുന്നുണ്ട്. അതൊന്നും റെസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ ആയിരിക്കണം ആത്മഹത്യ, അല്ലെങ്കിൽ ഈ വീട്ടുകാർ കൊന്നിരിക്കുന്നു, കൊലപാതക കുറ്റമാണ് വേണ്ടത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിജയനാഥെ പലതും നടക്കുന്നുണ്ട് ഇവിടെ. ഇതിനെ പൊന്നാനിയിലേക്ക് കടത്താൻ നീക്കം നടത്തി എന്നുള്ളതാണ്. ഇത് മരണം കൊണ്ട് മാത്രമാണെന്ന് ഇവൾ അറിയപ്പെടുന്നു. അല്ലാത്ത മരണമില്ലാതെ മരണത്തിനും ആത്മഹത്യയ്ക്കും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. ഇത് നിഷേധിക്കൽ, ഡെനിയൽ മോഡിലാണ് നമ്മുടെ ഭരണകൂടം. കാരണം എന്താണ്? ലവ് ജിഹാദ് എന്നുള്ള കേസിൽ പേരിൽ ഒരു കേസ് കൊടുക്കാൻ ഒരു വീട്ടിൽ നിന്നും ആരും തയ്യാറാവുകയില്ല. കാരണം എന്താണ്? അവിടെയുള്ള അവരുടെ അനന്തര തലമുറകൾക്ക് പോലും വിവാഹം ചൊവ്വേ നേരെ നടക്കാതെ വരും. അതൊരു സ്റ്റിഗ്മയായിട്ട് സമൂഹം കണക്കാക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊന്നും പുറത്തു വരാതിരിക്കുന്നത്. ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം ഒരാൾ ഇട്ടു തന്നു. അതായത് ഒരുപാട് കല്യാണങ്ങൾ ഇതിൽ കൂടെ നടന്നതിൽ ഇപ്പോഴും ചെറുപ്പക്കാരായിരിക്കുന്ന കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ റോഷ്ന, രേഷ്മ, കാഷ്മ എന്ന് പറയുന്ന രണ്ടക്ഷരത്തിലുള്ള പേരുകളുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. കാലയവനികയ്ക്കുള്ളിൽ മറന്നിരിക്കുന്നു. ഒന്നീ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം കൊണ്ട്. എന്നിട്ടും ഇങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് കാപട്യം, കേരളത്തെ അപമാനിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഉടയ തമ്പുരാൻ അല്ലെങ്കിൽ കർത്താവ് കൺമുന്നിൽ കാഴ്ചപ്പെടാ, ഇത് കാണടാ, ഇതിവിടെ നടക്കുന്നുണ്ട്, ഈ സാമൂഹിക ജീർണത ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയെങ്കിലും ആ ഡെനിയൽ മോഡ് മാറ്റിക്കൊണ്ട് ഇതിന് ശക്തമായ നിയമനം വേണം. ഒറ്റ കാര്യം കൂടെ, പരിഹാരം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് ഇതിന് വേണ്ടത്, ഇതിപ്പം മതരീതിയിലുള്ള കല്യാണമാണ്, രക്ഷപ്പെടാൻ പറ്റില്ല. ആ പിന്നെ കെട്ടുപാടുകൾ മുഴുവൻ ആ സമുദായത്തിൻ്റെ ആണ്. നമുക്ക് ഏക സിവിൽ കോഡ് ഇല്ലല്ലോ, അതനുസരിച്ച് വേണം ജീവിക്കാൻ. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് അത് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിവാഹമെന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്. ആ നിയമത്തിൽ കൂടി രജിസ്ട്രേഷനിലൂടി ആയിരിക്കണം. അമ്പലമല്ല, പള്ളിയല്ല, പള്ളിമണികളല്ല, അച്ചായനല്ല അവിടെ ദല്ലാളായി നിൽക്കുന്നത്, സബ് രജിസ്ട്രാർ ആയിരിക്കും. അത്തരമുള്ള വിവാഹങ്ങൾ കൊണ്ട് മാത്രമേ ഇത് പ്രോത്സാഹിപ്പിക്കണം നമ്മൾ, രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങൾ. പക്ഷെ ഒരിക്കലും ആ പെൺകുട്ടിയുടെ മതം മാറാൻ പാടില്ല. അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബലാത്സംഗം പോലെയുള്ള വലിയ കുറ്റമായിട്ട് തന്നെ എഴുതപ്പെടുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അനന്തര തലമുറയോടുള്ള മഹാപാതകം തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.